ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള കുറച്ച് നീറ്റിനൊക്കെ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അതിൻ്റെ ക്വസ്റ്റ്യനും ആൻസറും അതിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷനും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. നമുക്കറിയാലോ, ഈ ചാപ്റ്ററിൽ നമ്മൾ ലങ്സ്, ആൽവിയോളി അങ്ങനത്തെ കാര്യങ്ങൾ, അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം, അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ബ്രീത്തിങ് നടക്കുന്നത്, ഓക്സിജൻ്റെ ട്രാൻസ്പോർട്ട് എങ്ങനെയാണ്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ട്രാൻസ്പോർട്ട് എങ്ങനെയാണ്, ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഏതായാലും നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറയുകയാണ്, ലങ്സ് ആർ പ്രസൻറ്റ് ഇൻ. ലങ്സ് കാണപ്പെടുന്ന ക്യാവിറ്റി ഏത് ക്യാവിറ്റിയാണ്? ഏത് ക്യാവിറ്റിയിലാണ് ലങ്സ് ഉള്ളത്? മീഡിയാസ്റ്റൈനം, പെരികാർഡിയൽ ക്യാവിറ്റി, പ്ലൂറൽ ക്യാവിറ്റി, തൊറാസിക് ക്യാവിറ്റി. കുട്ടിയൊക്കെ സംശയം വരും, പ്ലൂറൽ ക്യാവിറ്റി ആണ് വിചാരിക്കും. പ്ലൂറൽ ക്യാവിറ്റിയിലല്ല ലങ്സ് ഉള്ളത്. പ്ലൂറൽ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ, പ്ലൂറ എന്ന് പറഞ്ഞാൽ ലങ്സിനെ കവർ ചെയ്തിട്ടുള്ള, അതായത് ലങ്സ് ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കണേ, ഈ ലങ്സിനെ കവർ ചെയ്തിട്ടുള്ള മെംബ്രെയിൻ ആണെന്ത്? പ്ലൂറ. ഓക്കെ, അപ്പോൾ ലങ്സ് പ്രസൻ്റ് ആയിട്ടുള്ളത് ഏത് ക്യാവിറ്റിയിലാണ്? തൊറാസിക് ക്യാവിറ്റിയിലാണ്. ഒന്നിൻ്റെ ഓപ്ഷൻ എന്താ വരിക? ഡി ആണ് വരിക. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ, ഇന്റർകോസ്റ്റൽ മസിൽസ് ആർ ഫൗണ്ട് അറ്റാച്ച്ഡ് വിത്ത്. ഓക്കെ, ഇന്റർകോസ്റ്റൽ മസിൽസ് എവിടെയാണ് കാണപ്പെടുക? ഓക്കെ, ഇന്റർകോസ്റ്റൽ മസിൽസ് എവിടെയാണ് കാണപ്പെടുക എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഇന്റർകോസ്റ്റൽ മസിൽസ് ആർ ഫൗണ്ട് അറ്റാച്ച്ഡ് വിത്ത്. ഇന്റർകോസ്റ്റൽ മസിൽസ് കാണപ്പെടുന്നത് റിബ്സിലല്ലേ? നിങ്ങൾക്ക് അറിയാലോ, അതായത് റിബ്സ് ഉണ്ട്. റിബ്സ് ഇങ്ങനെ ആയിരിക്കും റിബ്സ് കാണപ്പെടുക. ഓക്കെ, ഈ റിബ്സിന്റെ ഇടക്കുള്ള മസിൽസ് ആണ് എന്ത്? ഇന്റർകോസ്റ്റൽ മസിൽസ് എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്റർകോസ്റ്റൽ മസിൽസ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള റിബ്സിനോടാണ്. രണ്ടിന്റെ ഓപ്ഷൻ എന്താ വരിക? ബി ആണ് വരിക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ നോസ് പ്രൊഡ്യൂസസ് ഡാഷ് ടു പുട്ട് മോയ്സ്ചർ ഇൻ ദ എയർ ആൻഡ് ക്യാച്ച് ഡസ്റ്റ് ആൻഡ് ബാക്ടീരിയ. ഓക്കെ, എയറിലുള്ള മോയ്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഡസ്റ്റും ബാക്ടീരിയനൊക്കെ ക്യാച്ച് ചെയ്യാൻ നോസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നാണ് ചോദ്യം. ഓക്കെ, ദ നോസ് പ്രൊഡ്യൂസസ്. ഓക്കെ, നോസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? നോസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ് എന്ത്? മ്യൂക്കസ്. ഓക്കെ, നോസ് മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്? മോയ്സ്ചർ കിട്ടാനും അതേപോലെ തന്നെ ക്യാച്ച് ഡസ്റ്റ് ആൻഡ് ബാക്ടീരിയ. ഓക്കെ, ബാക്ടീരിയയും ഡസ്റ്റൊക്കെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ പാത്ത് ദാറ്റ് ലീഡ്സ് ഫ്രം ദ ത്രോട്ട് ടു ദ ലങ്സ് ഈസ് നോൺ ആസ്. ഓക്കെ, ത്രോട്ടിൽ നിന്നും ലങ്സിലേക്ക് ലീഡ് ചെയ്യുന്ന പാത്തിനെ എന്താണ് വിളിക്കുക എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ത്രോട്ടിൽ നിന്നും ലങ്സിലേക്ക് ലീഡ് ചെയ്യുന്ന പാത്വേ. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ട്രക്കിയ. ട്രക്കിയ അല്ലല്ലടാ. ഓക്കെ, ട്രക്കിയാണ് ത്രോട്ട് മുതൽ എങ്ങോട്ട് പോകുന്നത്? ലങ്സ് വരെ പോകുന്ന ഒരു കണ്ടന്റ്. നോക്കുക, അടുത്ത ക്വസ്റ്റ്യൻ ആണ് നോക്കലേ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ആഫ്റ്റർ എ നോർമൽ ഇൻസ്പിറേഷൻ. നിങ്ങൾ നോക്കി, ഒരാൾ ഒരു നോർമൽ ഇൻസ്പിറേഷൻ എടുത്തു. ഓക്കെ, ഒരു നോർമൽ ഇൻസ്പിറേഷൻ എടുത്തു, എന്നിട്ട് അതിനുശേഷം അയാൾക്ക് പുറത്ത് കളയാൻ പറ്റുന്ന ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ ഉണ്ടാവും എന്നറിയോ? അതിൽ അയാളുടെ ടൈഡൽ വോളിയം ഉണ്ടാവും, അതേപോലെ തന്നെ എന്തുണ്ടാവും? എക്സ്പിറേറ്ററി റിസർവ് വോളിയം ഉണ്ടാവും. ഇത് രണ്ടും കൂടി കൂട്ടിയാലല്ലേ നമ്മൾ എന്തെന്ന് വിളിക്കുക? എക്സ്പിറേറ്ററി കപ്പാസിറ്റി എന്നാണ് വിളിക്കുക. പറയാം, എന്താ വിളിക്കുക? എക്സ്പിറേറ്ററി കപ്പാസിറ്റി. അഞ്ചിൻ്റെ ഓപ്ഷൻ എന്താ വരിക? സി ആണ് വരിക, എക്സ്പിറേറ്ററി കപ്പാസിറ്റി. ഓക്കെ അല്ലേ? ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആറാമത്തെ ക്വസ്റ്റ്യൻ, ദ ടോട്ടൽ ലെങ് കപ്പാസിറ്റി ഈസ് റെപ്രസെൻറ്റഡ് ബൈ. ഓക്കെ, ടോട്ടൽ ലെങ് കപ്പാസിറ്റി TLC. നിങ്ങൾക്ക് അറിയാലോ ടോട്ടൽ ലെങ് കപ്പാസിറ്റി അഥവാ TLC. ഓക്കെ, എന്താ TLC? TLC നമ്മളെങ്ങനെ കാണാം? ടോട്ടൽ, അത് എന്താ ടോട്ടൽ ലെങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഫോഴ്സ്ഡ് ഇൻസ്പിറേഷൻ എടുത്തു. ഓക്കെ, ഒരു ഫോഴ്സ്ഡ് ഇൻസ്പിറേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലങ്സിൽ കാണപ്പെടുന്ന ടോട്ടൽ എയർ, ഓക്കെ, അതിൽ എന്തൊക്കെ ഉണ്ടാവും? അതിൽ ടൈഡൽ വോളിയം ഉണ്ടാവും, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം ഉണ്ടാവും, എക്സ്പിറേറ്ററി റിസർവ് വോളിയം ഉണ്ടാവും, അതുപോലെ തന്നെ എന്തുണ്ടാവും? റെസിഡുവൽ വോളിയം ഉണ്ടാവും. ഓക്കെ, അതിൽ തന്നെ ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? വൈറ്റൽ കപ്പാസിറ്റി. എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ വൈറ്റൽ കപ്പാസിറ്റി പ്ലസ് എന്താണ്? റെസിഡുവൽ വോളിയം ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കൂ, വൈറ്റൽ കപ്പാസിറ്റി പ്ലസ് റെസിഡുവൽ വോളിയം ആണ് ടോട്ടൽ ലെങ് കപ്പാസിറ്റി. ആറിൻ്റെ ഓപ്ഷൻ എന്താ വരിക? സി ആണ് വരിക. ആറിൻ്റെ ഓപ്ഷൻ എന്താ മക്കളെ വരിക? സി ആണ് വരിക കേട്ടോ. ഓക്കെ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കലേ. ദ വോളിയം ഓഫ് എയർ ബ്രീത്ത്ഡ് ഇൻ ആൻഡ് ഔട്ട് ഡ്യൂറിങ് നോർമൽ ബ്രീത്തിങ് ഈസ് കോൾഡ്. ഓക്കെ, ഒരു നോർമൽ ബ്രീത്തിങ്ങിൻ്റെ സമയത്ത് ഒരാൾ നോർമലായിട്ട് ഇൻഹെയിൽ ചെയ്യുന്നു, നോർമലായിട്ട് എക്സ്ഹെയിൽ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എടുക്കുന്ന ബ്രീത്തിൻ്റെ വോളിയം, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ടൈഡൽ വോളിയം. പറ മക്കളെ, എന്താ വിളിക്കുക? ടൈഡൽ വോളിയം. ഓക്കെ, ടൈഡൽ വോളിയത്തിൻ്റെ വാല്യൂ നമുക്കറിയാം, 500 ml ആണെന്ത്? ടൈഡൽ വോളിയത്തിൻ്റെ വാല്യൂ. ഇനി ഒരു മിനിറ്റിലാണെന്നുണ്ടെങ്കിലോ
6000 to 8000 ml ആണ്. കാരണം ഒരു മിനിറ്റിൽ ഒരു മനുഷ്യൻ എത്ര പ്രാവശ്യമാണ് ബ്രീത്ത് ചെയ്യുക? 12 to 16 ടൈംസ് ആണ് എന്ത് ചെയ്യുക? ബ്രീത്ത് ചെയ്യുക നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ എന്താ? എൻ്റെ ഓപ്ഷൻ വരിക ഡി ആണ്, ടൈഡൽ വോളിയം എന്ന് വിളിക്കും. ഓക്കെ, അടുത്താണ് മക്കളെ, നോക്കിക്കോളൂ. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എവരി 100 ml ഓഫ് ഓക്സിജനേറ്റഡ് ബ്ലഡ് delivers following amount of oxygen to the tissues under normal physiological condition. Okay, every 100 ml of oxygenated blood എന്ത് ഡെലിവർ ചെയ്യും? ഡാഷ് എമൗണ്ട് ഓഫ്, എത്ര എമൗണ്ട് ഓഫ് ഓക്സിജൻ ആണ് നോർമൽ ഫിസിയോളജിക്കൽ കണ്ടീഷൻസിൽ ഓക്സിജന്, അതായത് ടിഷ്യൂസിന് കൊടുക്കുക എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ 100 ml ഓക്സിജൻ, ശരിക്കും കേൾക്കണേ, 100 ml ഓക്സിജൻ ടിഷ്യൂസിലേക്ക് പോയി കഴിഞ്ഞാൽ ഓക്കെ എന്ത് സംഭവിക്കും? അതിൽ 5 ml 100 ml ഓക്സിജൻ അല്ല, 100 ml ഓക്സിജനേറ്റഡ് ബ്ലഡ് ടിഷ്യൂസിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ എന്തുണ്ടാവും? 5 ml ഓക്സിജൻ ആണ് ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്ഷൻ എന്താ വരിക? എ ആണ് വരിക. 8ൻ്റെ ഓപ്ഷൻ എന്താ വരിക? എ ആണ് വരിക കേട്ടോ. 8ൻ്റെ ഓപ്ഷൻ വരിക എ ആണ്. ഓക്കെ, നോക്കിക്കോളൂ. 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇൻ മാമൽസ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ട്രാൻസ്പോർട്ടഡ് ഫ്രം ടിഷ്യൂസ് ടു റെസ്പിറേറ്ററി സർഫസ് ബൈ. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ട്രാൻസ്പോർട്ട് എങ്ങനെയാ? ഓക്കെ, 70% എങ്ങനെയാണ് കാണപ്പെടുക? ബൈകാർബണേറ്റ് രൂപത്തിലാണ്. ഓക്കെ, പിന്നെ 20 to 25% ആരാ? RBC ആണ് ട്രാൻസ്പോർട്ട് ചെയ്യുക. ഏത് രൂപത്തിൽ? കാർബമിനോ ഹീമോഗ്ലോബിൻ്റെ രൂപത്തിൽ. പറ മക്കളെ, ഏത് രൂപത്തിലാ? കാർബമിനോ ഹീമോഗ്ലോബിൻ്റെ രൂപത്തിൽ 20 to 25%. പിന്നെ ഏകദേശം ഒരു 7%ഓളം എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുക? ആസ് എ dissolved state through plasma. പറയും മക്കളെ, എങ്ങനെ കാണപ്പെടാം? ആസ് എ ഡിസോൾവ്ഡ് സ്റ്റേറ്റ് ത്രൂ പ്ലാസ്മ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കൂ, കാർബൺ ഡൈ ഓക്സൈഡ് 3 രൂപത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ നോക്കൂ, കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഏതൊക്കെ രൂപത്തിലാണെന്നാണ് ചോദ്യം. പ്ലാസ്മയിലൂടെ പോണില്ലേ 7%, RBC കൂടിയും പോണില്ലേ, WBC കൂടെ ട്രാൻസ്പോർട്ട് ചെയ്യണില്ല. അപ്പോൾ ഓപ്ഷൻ എന്താ വരിക? 9ൻ്റെ ഓപ്ഷൻ വരിക ഡി ആണ് കേട്ടോ. ബോത്ത് എ ആൻഡ് ബി ആണ് വരിക. ഓക്കെ, പ്ലാസ്മയിലൂടെയും പോകുന്നുണ്ട്, RBCയിലൂടെയും പോകുന്നുണ്ട്. ഓക്കെ, അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. കാർബോണിക് അൺഹൈഡ്രേസ് ഓക്കെ ഈസ് ഫൗണ്ട് ഇൻ ഹൈ കോൺസെൻട്രേഷൻ ഇൻ. പറ മക്കളെ, കാർബോണിക് അൺഹൈഡ്രേസ് ഹൈ കോൺസെൻട്രേഷനിൽ എവിടെയാണ് കാണപ്പെടുക എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, കാർബോണിക് അൺഹൈഡ്രേസ് എന്തിനു ഉപയോഗിക്കാൻ നമുക്കറിയാലോ? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി ചേർന്നിട്ട് എന്തിൻ്റെ പ്രസൻസിലാണ്? കാർബോണിക് അൺഹൈഡ്രേസിൻ്റെ പ്രസൻസിലാണ് H2CO3 അഥവാ കാർബോണിക് ആസിഡ് ആയിട്ട് മാറുന്നത്. ആ കാർബോണിക് ആസിഡ് സ്പ്ലിറ്റ് ആയിട്ട് എന്തൊക്കെയായിട്ട് മാറും? H++ HCO3- ആയിട്ട് മാറും. ഓക്കെ, അതും എന്തിൻ്റെ പ്രസൻസിലാണ്? കാർബോണിക് അൺഹൈഡ്രേസിൻ്റെ പ്രസൻസിലാണ്. അപ്പോൾ കാർബോണിക് അൺഹൈഡ്രേസ് ഹൈ കോൺസെൻട്രേഷനിൽ എവിടെ കാണപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബോണിക് അൺഹൈഡ്രേസ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് RBCയിലാണ്. പറഞ്ഞോളൂ, എവിടെ കാണപ്പെടുക? RBC. RBC എന്ന് പറഞ്ഞാൽ എരിത്രോസൈറ്റ്സ് അല്ലേ. 10ൻ്റെ ഓപ്ഷൻ എന്താ വരിക? ബി ആണ് വരിക. 10ൻ്റെ ഓപ്ഷൻ വരിക ബി ആണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ. എവരി 100 ml ഓഫ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഡെലിവേഴ്സ് അപ്രോക്സിമേറ്റ്ലി. ഓക്കെ, അതായത് 100 ml ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്, ശരിക്കും കേൾക്കണേ, 100 ml ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആൽവിയോളയിൽ എത്തിയാൽ, നോക്കാം, ആൽവിയോളയിൽ എത്തിയാൽ അതിൽ എത്ര ml കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും എന്നാണ് ചോദ്യം. ഓക്കെ, 4 ml കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 4 ml ഓഫ് CO2 ആണ് ആൽവിയോളേക്ക് എത്തിക്കുക. എന്ന് പറഞ്ഞാൽ 11ൻ്റെ ഓപ്ഷൻ എന്താണ് വരിക? 11ൻ്റെ ഓപ്ഷൻ വരിക സി ആണ് കേട്ടോ. 11ൻ്റെ ഓപ്ഷൻ വരിക സി ആണ്. നോക്കുക, 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എംഫീസിമ ഡെവലപ്സ് മെയിൻലി ബിക്കോസ് ഓഫ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ എംഫീസിമ എന്താ? എംഫീസിമ എന്ന് പറയുന്ന അസുഖം, എംഫീസിമ നമ്മൾ പഠിച്ചതല്ലേ. ഓക്കെ, ആൽവിയോളാർ വാളുകൾ എന്തായി പോവാ? ഡാമേജ് ആയി പോവാ. ആൽവിയോളാർ വാൾസ് ആർ ഡാമേജ്ഡ്. ഓക്കെ, ആൽവിയോളാർ വാളുകൾ ഡാമേജ് ആവുന്നു. ഇത് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എംഫീസിമ വരാനുള്ള റീസൺ എന്താ? സിഗരറ്റ് സ്മോക്കിംഗ് ആണ്. പറയാം മക്കളെ, എംഫീസിമ വരാനുള്ള റീസൺ എന്താ? സിഗരറ്റ് സ്മോക്കിംഗ് ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ അതിലെ ഓപ്ഷൻ എന്താ വരിക? 12ൻ്റെ ഓപ്ഷൻ വരിക സി ആണ്. 12 സി. ഓക്കെ, 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ റെസ്പിറേറ്ററി സെന്റർ വിച്ച് റെഗുലേറ്റ്സ് റെസ്പിറേഷൻ. ഓക്കെ, നമ്മൾ പഠിച്ചതാ റെസ്പിറേറ്ററി റിതം സെന്റർ എന്ന് പഠിച്ചിട്ടുണ്ടാവും. റെസ്പിറേഷനെ റെഗുലേറ്റ് ചെയ്യുന്ന റെസ്പിറേറ്ററി റിതം സെന്റർ അഥവാ RRC എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. RRC, റെസ്പിറേറ്ററി റിതം സെന്റർ, RRC. അതെവിടെയാണ് കാണപ്പെടുക എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ പഠിച്ചതല്ലേ, മെഡുല്ല റീജിയനിലാണ് എന്ത് കാണപ്പെടുക?
RRC കാണപ്പെടുക എന്ന് പറഞ്ഞാൽ 13ന്റെ ഓപ്ഷൻ എന്താ വരിക? ഡി ആണ് വരിക. മെഡുല്ല ഒബ്ലോങ്കേട്ട 13ന്റെ ഓപ്ഷൻ എന്താണ് വരിക? ഡി ആണ് വരിക. ഓക്കെ, 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് നോർമലി കണ്ടെയ്ൻസ് ദ ഹയസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ? ഏറ്റവും കൂടുതൽ ഓക്സിജൻ എവിടെയാണ് കാണപ്പെടുക? ഓക്കെ, ബോഡി സെൽസിൽ എല്ലാ ഓക്സിജൻ നമ്മൾ വലിച്ചെടുക്കുന്ന എല്ലാ ഓക്സിജനും ബോഡി സെല്ലിൽ എത്തൂല. ഓക്കെ, അടുത്തത് ഇൻഹെയിൽഡ് എയർ, പിന്നെ എയർ ഇൻ ദ പൾമനറി ട്രങ്ക്, ബ്ലഡ് എൻ്ററിങ് ദ ലങ്സ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഇൻഹെയിൽ ചെയ്ത എയറിലാണ് ഏറ്റവും കൂടുതൽ എന്തുണ്ടാവുക? ഓക്സിജൻ ഉണ്ടാവുക. അത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് സെല്ലുകളിലേക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. എന്ന് പറഞ്ഞാൽ ഇൻഹെയിൽഡ് എയറിലാണ് ഏറ്റവും കൂടുതൽ എന്തുണ്ടാവുക? ഓക്സിജൻ ഉണ്ടാവുക. ഓക്കെ, ഇൻഹെയിൽഡ് എയറിലാണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ 14ന്റെ ഓപ്ഷൻ എന്താ വരിക? 14ന്റെ ഓപ്ഷൻ വരിക ബി ആണ് കേട്ടോ. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫോർ റെസ്പിറേഷൻ ഇൻ ഹ്യൂമൻസ്? ഹ്യൂമൻസിലുള്ള റെസ്പിറേഷനിലെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാ? വർക്കേഴ്സ് ഇൻ ഗ്രൈൻഡിങ് ആൻഡ് സ്റ്റോൺ ബ്രേക്കിംഗ് ഇൻഡസ്ട്രീസ് മേ സഫർ ഫ്രം ലങ് ഫൈബ്രോസിസ്. അത് ശരിയല്ലേ? ഓക്കെ, നമ്മൾ പഠിച്ചിരിക്കണേ, നമ്മൾ ലാസ്റ്റ് ആയിട്ട് പഠിച്ചൊരു അസുഖത്തിന്റെ പേരാണെന്ത്? ഒക്യുപ്പേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ. ഓക്കെ, അതിൽ നമ്മൾ പഠിച്ചതാണ് ഗ്രൈൻഡിങ് അതേപോലെ സ്റ്റോൺ ബ്രേക്കിങ്ങിലൊക്കെ ഉള്ള ഇൻഡസ്ട്രീസിലുള്ള വർക്കേഴ്സ് എന്ത് സഫർ ചെയ്യുന്നു? മേ സഫർ ഫ്രം ലങ് ഫൈബ്രോസിസ്. പറ മക്കളെ, എന്തിലാ സഫർ ചെയ്യുക? ലങ് ഫൈബ്രോസിസ് സഫർ ചെയ്യുന്നു. ഓക്കെ, അടുത്തത് എബൌട്ട് 90 എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓക്കെ, എബൌട്ട് 90% ഓഫ് കാർബൺ ഡയോക്സൈഡ് ഈസ് ക്യാരിയഡ് ബൈ ഹീമോഗ്ലോബിൻ ആസ് കാർബമിനോ ഹീമോഗ്ലോബിൻ. തെറ്റി. ആകെ 20 to 25% മാത്രമേ കാർബമിനോ ഹീമോഗ്ലോബിന്റെ രൂപത്തിൽ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. അടുത്തത് സിഗരറ്റ് സ്മോക്കിംഗ് മേ ലീഡ് ടു ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ. തെറ്റല്ലേ? സിഗരറ്റ് സ്മോക്കിംഗ് എന്തിലേക്കാണ് ലീഡ് ചെയ്യുക? എംഫിസിമയിലേക്കാണ് എന്ത് ചെയ്യുക? ലീഡ് ചെയ്യുക. ഓക്കെ, 4ാമത്തെ കൊടുത്തിരിക്കുന്നത് ന്യൂറൽ സിഗ്നൽസ് ഫ്രം ന്യൂമോടാക്സിക് സെന്റർ ഇൻ പോൺസ് റീജിയൻ. കറക്റ്റ് ആണ്. ന്യൂമോടാക്സിക് സെന്റർ ഉള്ളത് പോൺസ് റീജിയനിലാണ്. ഓഫ് ബ്രെയിൻ ക്യാൻ ഇൻക്രീസ് ദ ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിറേഷൻ. തെറ്റാണ്. എന്താ അവിടുത്തെ തെറ്റ്? ഡിക്രീസ് ദ ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിറേഷൻ ആണ്. നമ്മൾ പഠിച്ചതാണ് ഇൻസ്പിറേഷൻ്റെ ഡ്യൂറേഷൻ കുറക്കാണ് ആര് ചെയ്യുക? ന്യൂമോടാക്സിക് സെന്റർ ചെയ്യുക. എന്ന് പറഞ്ഞാൽ 15ന്റെ ഓപ്ഷൻ കറക്റ്റ് ഏതാ? എ അല്ലേ വരിക? 15ന്റെ ഓപ്ഷൻ വരിക എ ആണ് കേട്ടോ. അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 16. വിച്ച് ഓഫ് ദി ഫോളോയിങ് കണ്ടീഷൻസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇൻക്രീസ് ഇൻ വെന്റിലേഷൻ റേറ്റ് ഓഫ് ലങ്സ്? നിങ്ങൾ നോക്കി, വെന്റിലേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് റേറ്റ്. നമ്മൾ എപ്പോഴാണ് ഒന്നായിട്ട് നല്ലോണം ബ്രീത്ത് എടുക്കുക? എപ്പോഴാണ്? ഓക്കെ, അതായത് ഒരാൾ വന്നാട് നിങ്ങളെ മുഖം പൊത്തി പിടിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ ആൾ അത് എടുക്കുന്ന സമയത്ത് നമുക്ക് ശ്വാസം മുട്ടും. ഈ ശ്വാസം മുട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈമറി റീസൺ നോക്കി, നമുക്ക് ഓക്സിജൻ കിട്ടാതിരിക്കുന്നത് ഒരു റീസണാണ്. പക്ഷേ അതിൻ്റെ പ്രൈമറി റീസൺ ശരിക്കും ഓക്സിജൻ കിട്ടാത്തത് മാത്രമല്ല, അതിൻ്റെ പ്രൈമറി റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രൈമറി റീസൺ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കി, എന്താണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കണ്ടന്റ് കൂടുതലായതുകൊണ്ടാണ് പ്രശ്നം. ഓക്കെ, ഇൻക്രീസ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടന്റ് ഇൻ ഇൻഹെയിൽഡ് എയർ. നമ്മൾ ഇൻഹെയിൽ ചെയ്ത എയറിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കണ്ടന്റ് കൂടുതലാകുമ്പോഴാണ് വെന്റിലേഷൻ റേറ്റ് എന്ത് ചെയ്യുക? കൂടുക. എന്ന് പറഞ്ഞാൽ 16ന്റെ ഓപ്ഷൻ എന്താ വരിക? എ ആണ് വരിക. അപ്പോൾ ആ റീസൺ നിങ്ങൾ മനസ്സിലാക്കിയേക്കണം. നമുക്ക് ശ്വാസം മുട്ടുന്നത്, ഒരാൾ നമ്മളെ മുഖം പൊത്തി പിടിച്ചാൽ ശ്വാസം മുട്ടുന്നത് ശരിക്കും ഓക്സിജൻ ഇല്ലാത്തതെന്നുള്ള ഒരു റീസൺ തന്നെയാണ്. പക്ഷേ അതിൻ്റെ പ്രൈമറി റീസൺ എന്ന് പറഞ്ഞാൽ ബോഡിയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 17. Assertion. The abdominal muscles are primarily involved in generating pressure gradient between the lungs and the atmosphere. Assertion. തെറ്റല്ലേ? അബ്ഡോമിനൽ മസിൽ അല്ലല്ലോ. ഏതൊക്കെ മസിൽസാ നമ്മൾ പഠിച്ചിരിക്കണേ? ഇന്റർകോസ്റ്റൽ മസിൽസും ഓക്കെ, അതേപോലെ മസിൽസ് ഓഫ് ഡയഫ്രം. ഇത് രണ്ടുമാണ് എന്തുണ്ടാക്കുക? പ്രഷർ ഗ്രേഡിയന്റ് ക്രിയേറ്റ് ചെയ്യുക. റീസൺ പറയുന്നത് ദ സ്ട്രെങ്ത് ഓഫ് ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ അഡീഷണൽ മസിൽസ് ഇൻ ഡയഫ്രം ആൻഡ് ഇന്റർകോസ്റ്റൽ മസിൽസ്. ഓക്കെ, അതായത് ഇൻസ്പിറേഷനും എക്സ്പിറേഷനും നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ, അത് ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡീഷണൽ മസിൽസ് ഇൻ ഡയഫ്രം ആൻഡ് ഇന്റർകോസ്റ്റൽ മസിൽസ്. തെറ്റല്ലേ? ഓക്കെ, സ്ട്രെങ്ത് ഓഫ് ഇൻസ്പിറേഷനും എക്സ്പിറേഷനും കൂട്ടുന്നത് ശരിക്കും ആരാ? അബ്ഡോമിനൽ മസിൽസ് അല്ലേ? ഓക്കെ, അഡീഷണൽ മസിൽസ് ഇൻ അബ്ഡോമൻ ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ അസേഷനും തെറ്റാണ്, റീസണും തെറ്റാണ്. ഓപ്ഷൻ വരിക ഡി ആണ്. 17ന്റെ ഓപ്ഷൻ എന്താ മക്കളെ വരിക? ഡി ആണ് വരിക കേട്ടോ. അസേഷനും റീസണും തെറ്റാണ്. ഓക്കെ, 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ദ സ്ട്രക്ചർ വിച്ച് പ്രിവെൻസ് ദ എൻട്രി ഓഫ് ഫുഡ് ഇൻ ടു ദ വിൻഡ് പൈപ്പ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ റെസ്പിറേറ്ററി സിസ്റ്റത്തിലേക്ക് ഫുഡ് എൻ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലോട്ടിസ് എന്ന് പറയുന്ന ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ കവർ ചെയ്യുന്ന ഒരു തിൻ ഫ്ലാപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? എപ്പിഗ്ലോട്ടിസ്. നമ്മൾ തരിപ്പ് പോവാന്നൊക്കെ പറയും. ഓക്കെ, ഈ തരിപ്പ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ പിന്നെ അതായത് ഫുഡ് എൻ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കവറിംഗ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ശരിക്കും എന്ത്? എപ്പിഗ്ലോട്ടിസ് എന്നാണ് വിളിക്കട്ടോ മക്കളെ. എന്താ വിളിക്കുക? എപ്പിഗ്ലോട്ടിസ്. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക.
19ാമത്തെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ദ സ്ട്രക്ചർ വിച്ച് ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ടു ദ ബ്രീത്തിങ് മൂവ്മെന്റ്സ് ഇൻ മാമൽസ്. ഓക്കെ, മാമൽസിൽ ബ്രീത്തിങ് മൂവ്മെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത സ്ട്രക്ചർ ഏതാ? ലാരിങ്സ്. ലാരിങ്സ് ബ്രീത്തിങ് മൂവ്മെന്റിൽ ഉണ്ടോ? ലാരിങ്സ് എന്ന് പറഞ്ഞാൽ വോയിസ് ബോക്സ് അല്ലേ, നമ്മുടെ സൗണ്ട് പ്രൊഡക്ഷൻ ഉള്ള സാധനമല്ലേ ലാരിങ്സ്. റിബ്സ് ഉണ്ട്, ഇന്റർകോസ്റ്റൽ മസിൽസ്. ഡയഫ്രം ഉണ്ട്, ഇന്റർകോസ്റ്റൽ മസിൽസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് മൂവ്മെന്റ്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാത്തത് ശരിക്കും ആരാ? ലാരിങ്സാ. അയാൾക്ക് ബ്രീത്തിങ് മൂവ്മെന്റിൽ ഒന്നും റോളില്ല. ലാരിങ്സിന്റെ റോൾ എന്താ ശരിക്കും? ലാരിങ്സിന്റെ റോൾ എന്ന് പറഞ്ഞാൽ സൗണ്ട് പ്രൊഡക്ഷനാ. ഓക്കെ, എന്ന് പറഞ്ഞാൽ 19ന്റെ ഓപ്ഷൻ എന്താ വരിക? എ ആണ് വരിക കേട്ടോ. ഓക്കെ, നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ, 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോളൂ. 20ാമത്തെ ക്വസ്റ്റ്യൻ. മെംബ്രെയിൻ സെപ്പറേറ്റിംഗ് എയർ ഇൻ പൾമണറി ആൽവിയോളൈ ഫ്രം ബ്ലഡ് കാപ്പിലറീസ്. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചതാ. അതായത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഉണ്ട്. അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് തിക്നെസ് ഓഫ് ഡിഫ്യൂഷൻ മെംബ്രെയിൻ. ഓക്കെ, ഒരു ആൽവിയോളൈൻ്റെ മെംബ്രെയിൻ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ബ്ലഡ് കാപ്പിലറീസ് ഉണ്ടെങ്കിൽ അതിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന മെംബ്രെയിൻ ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, ഒരു ആൽവിയോളാർ എപ്പിത്തീലിയം ഉണ്ട്. ഇവിടെ നമ്മൾ പഠിച്ചതാ എപ്പിത്തീലിയം ഓഫ് ആൽവിയോളൈ എന്ന് നമ്മൾ പഠിച്ചതാ. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ എന്തുണ്ട്? എൻഡോത്തീലിയം ഓഫ് ആൽവിയോളാർ കാപ്പിലറീസും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മെംബ്രെയിനുകൾ കൂടിയിട്ടാണ് അതിന് എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, ആൽവിയോളർ എപ്പിത്തീലിയം ശരിയാണ്, കാർഡിയക് എപ്പിത്തീലിയം തെറ്റാണ്, എൻഡോത്തീലിയം ഓഫ് ബ്ലഡ് കാപ്പിലറീസ് ശരിയാണ്. എന്ന് പറഞ്ഞാൽ എയും സിയും കറക്റ്റ് ആണ്. 20ന്റെ ഓപ്ഷൻ എന്താ വരിക? ഡി ആണ് വരിക കേട്ടോ. ബോത്ത് എ ആൻഡ് സി ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു 20ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റർ കുറച്ച് കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾ നല്ല രീതിക്ക് എന്ത് ചെയ്യുക? ഈ ഒരു ചാപ്റ്റർ പഠിക്കുക, ഇതിലുള്ള ക്വസ്റ്റ്യൻസ് കാണുക, നോട്ടൊക്കെ നല്ല രീതിക്ക് വായിച്ചു നോക്കുക, നല്ല രീതിക്ക് പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.